ഹലോ, ഞാൻ ഇന്നൊരു ബുക്കിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ബുക്ക്, ദ കൺസിസ്റ്റ് ലോ ഓഫ് ഹ്യൂമൻ നേച്ചർ ബൈ റോബർട്ട് ഗ്രീൻ. ഈ ബുക്ക് പ്രത്യേകിച്ച് എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ഒരു വിഭാഗം ആൾക്കാരോടാണ്. നിങ്ങളിപ്പോൾ ഒരു അച്ഛനാവാനായിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വൈഫ് പ്രഗ്നൻ്റ് ആണ്, ഡെലിവറിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾക്കൊരു 9 വയസ്സ് താഴെയുള്ള ഒരു കുട്ടികളുടെ അച്ഛനാണെങ്കിലും ഈ ബുക്ക് മസ്റ്റായിട്ട് വായിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് അണ്ടർലൈൻ ചെയ്ത് പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ 9 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഒരു 9 വയസ്സ് താഴെ നമ്മുടെ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് മൊത്തമാകും. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവൻ്റെ സാഹചര്യങ്ങളാണ് അവനെ ക്യാരക്ടർ നിയന്ത്രിക്കുന്നത്. അതായത് 9 വയസ്സ് വരെ നിങ്ങൾ എങ്ങനെ ആ കുട്ടിയെ കൊണ്ടു നടക്കുന്നു, അവനെ എങ്ങനെ നിങ്ങൾ ഇൻകൾക്കേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, നിങ്ങൾ അവനെ പരിപാലിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ കുട്ടിയുടെ ബാക്കിയുള്ള ജീവിതം പോകുന്നത്. അല്ല അവൻ്റെ ഫ്യൂച്ചർ, അവൻ്റെ സ്വഭാവം എല്ലാം നിയന്ത്രിക്കുന്നത്. സോ ഒന്നാമത്തെ കാര്യം എനിക്ക് റിക്വസ്റ്റ് ആയിട്ട് പറയാനുള്ളതാണ്, പലപ്പോഴും എൻ്റെ കൊച്ചിലേക്ക് കണ്ടുള്ള കാര്യമാണ്, നമുക്കിപ്പം ഗതിയില്ലെങ്കിലും നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ സ്റ്റേബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു CBSE സ്കൂളിലൊന്നും കൊണ്ടുവിടാനായിട്ട് ശ്രമിക്കരുത്. കാരണം നിങ്ങൾക്ക് പറ്റാത്ത നിങ്ങളുടെ മക്കളിലൂടെ പറ്റണം എന്നൊരു ചിന്തയുണ്ട്. അതൊക്കെ ഓക്കെ, നല്ലതാണ്. പക്ഷേ CBSE സ്കൂളിൽ കൊണ്ട് വിടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സാമ്പത്തികം അതുപോലെ ഇല്ലെങ്കിൽ ഈ ഫീസുകൾ, അങ്ങനെ ആനുവൽ ഫീസ്, അങ്ങനത്തെ കുറേ ഫീസുകൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിൻ്റെ പുറകെ കിടന്ന് ഓടേണ്ടതായിട്ട് വരും. അങ്ങനെ ഓടി നിങ്ങളുടെ ജീവിതം പകുതി തീർന്നു പോകും, ഒന്നാമത്തെ കാര്യം. പിന്നെ ഓടിയിട്ട് എവിടെ എത്താത്തൊരവസ്ഥ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ കുറേ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, നിന്റെ തലവട്ടം കണ്ടപ്പോൾ തൊട്ടാണ് ഞാൻ തെല്ലാൻ തുടങ്ങിയത്, ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് വന്നത് നീയാണ് എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ, ഒരു കുഞ്ഞിൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഡിസാസ്ട്രസ് ആയിട്ടുള്ള തിങ്സാണ് ഡിസാസ്ട്രസ് തിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ കുട്ടി ഭയങ്കര ഫ്യൂച്ചറിലോട്ട് വളരെ മോശമായിട്ട് പോകും. എൻ്റെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ ക്യാരക്ടറിൻ്റെ പേര് പല തരത്തിലുള്ള ക്യാരക്ടറായിട്ടാണ് പറയുന്നത്. എൻ്റെ ഒരു ക്യാരക്ടർ ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതെനിക്ക് 101% യോജിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ വളരെ വലിയ കാര്യങ്ങൾ, വളരെ ലോകത്തെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിക്കും. പക്ഷേ ഞാൻ എവിടെ എത്തത്തില്ല. കാരണം വെച്ചാൽ എനിക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ്. ഞാൻ ഒരു അവസാന ഘട്ടത്തിലോട്ടാകുമ്പോഴത്തേക്കും ഞാൻ ആ മൂവ്മെന്റ് വെച്ച് പ്രശ്നമാണെന്നും പറഞ്ഞ് ഓവറായിട്ട് ടെൻഷൻ അടിച്ചിട്ട്, ആൻസൈറ്റി കാരണം ഞാൻ ആ ഭാഗം മൊത്തം സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ അവിടം വരെ എത്തി. അതായത് ഞാൻ വെളുക്കോളം വെള്ളം കൊഴും, പക്ഷെ അത് എനിക്കൊരു ഗുണം ഉണ്ടാകത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ. കാരണം റിസ്ക് എടുക്കാൻ ഞാൻ ഒട്ടും താല്പര്യപ്പെടാത്തൊരു മനുഷ്യനായതുകൊണ്ട് ഞാൻ അവസാന ഘട്ടത്തിൽ വെച്ച് സ്കിപ്പ് ചെയ്തു പോകും. ആ ഒരു പ്രവണത ഇതിനകത്ത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ഒരു കൊച്ചിലെ ഒരു 9 വയസ്സ് വരെ ഉള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും വന്നതാണ് ഇതിനകത്ത് റോബർട്ട് ഗ്രീൻ പറയുന്നത്. അങ്ങനെ പല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിനെ മൊത്തം വെട്ടിക്കൊന്നു. അത് ഇതുപോലെ തന്നെ ഒരു 9 വയസ്സിനുള്ളിൽ അവൻ്റെ മനസ്സിലുണ്ടായ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അല്ല കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൊത്തത്തിൽ പറയാമെങ്കിലും ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിനകത്ത് തന്നെ ഉണ്ട്. നമ്മുടെ ഹൗസ് ഹോൾഡിൽ തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് പറ്റുന്ന പോലെ മക്കളെ വളർത്തിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഒരിക്കലും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും കൊണ്ട് വലിയ സ്കൂളുകളിലൊന്നും ചേർക്കാനായിട്ട് ശ്രമിക്കരുത്. അതിനേക്കാളും നല്ലത് സർക്കാർ സ്കൂളിൽ പഠിക്കുന്നതാണ്. അതിനകത്ത് ഒരു ദോഷവുമില്ല നിങ്ങളുടെ മക്കൾക്ക്. സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എല്ലാ മാതാപിതാക്കളും ഈ ഒരു ബുക്കൊന്ന് വായിക്കണം. മൈ റിക്വസ്റ്റ് ഈസ് ദാറ്റ്. ആൻഡ് ഇത് ആമസോണിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം മസ്റ്റ് റീഡെന്ന് തന്നെ ഞാൻ പറയും. എന്തായാലും ഒന്ന് വായിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനഃപ്പാടമായിട്ട് വെക്കുന്നത് നന്നായിരിക്കും. ഇനി നല്ലൊരു നാളെ ഉണ്ടാവട്ടെ. കാരണം ഈയിടെയായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് നമ്മുടെ 90s കിഡ് എന്നൊക്കെ പറഞ്ഞാൽ കൂടിപ്പോയ വെള്ളം അടിക്കും, അവരുടെ സങ്കടങ്ങൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ട്. പക്ഷെ ഇപ്പം ക്രൂരത അല്ലെങ്കിൽ മറ്റേ പ്രശ്നങ്ങളൊക്കെ കൂടി വരുവാണ്. അതിനകത്തുള്ള മെയിൻ കാരണം ഡ്രഗ്സിൻ്റെയും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷെ അതിനേക്കാളും ഏറ്റവും കൂടിയ കാര്യം എന്ന് വെച്ചാൽ വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നല്ലൊരു തലമുറ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, സ്വപ്നം കണ്ടുകൊണ്ട്, താങ്ക് യു.